കാസർഗോഡിൻ്റെ വൈവിധ്യങ്ങളിലേക്ക് ആണ്ടിറങ്ങിയാൽ ആരെയും അമ്പരിപ്പിക്കുന്ന നിരവധി ചരിത്രശേഷിപ്പുകൾ കാണാം. അതിലൊന്നാണ് കാസർഗോഡ് നഗരത്തിന് 4 കിലോമീറ്റർ വടക്ക് ദേശീയപാതയോട് ചേർന്നുള്ള കൂടൽ എന്ന ദേശം. 8 നൂറ്റാണ്ട് മുമ്പ് നടന്ന ഒരു വേദാന്ത സംവാദത്തിൻ്റെ ഒടുവിലെ കൂടൽ വഴി കൈവന്നതാണ് ഈ പേര്. ഏതാണ്ട് 1300 ആണ്ടിൻ്റെ മധ്യത്തിൽ 17 ദിവസങ്ങളായി ഇവിടുത്തെ കാവുഘോളി കാവുമനയ്ക്കടുത്തുള്ള വിഷ്ണുമംഗലം ക്ഷേത്രത്തിൽ വെച്ചാണ് പണ്ഡിത ആചാര്യന്മാരുടെ പൊരിഞ്ഞ വേദാന്ത സംവാദം നടന്നത്. സംവാദത്തിനൊടുവിൽ ദ്വൈതം വിജയിച്ചെങ്കിലും ദ്വൈതത്തിന് മാത്രമായി നാടിനെ വിട്ടുകൊടുക്കാൻ ഇവിടെയുള്ളവർ തയ്യാറായില്ലെന്നുമാണ് ചരിത്രം. അങ്ങനെ അദ്വൈതവുമായി കൂടിച്ചേർന്ന് കൂടലുണ്ടായി എന്ന് കാവുമന പരമ്പരയിലെ ഇപ്പോഴത്തെ അധികാരി ലക്ഷ്മിനാരായണ പട്ടേരി പറയുന്നു. കൂടലിൻ്റെ ചരിത്രപരമായ പ്രാധാന്യം സംബന്ധിച്ച് മലബാർ മാനുവലിലും പ്രതിപാദിക്കുന്നുണ്ട്. ചില ചരിത്രശേഷിപ്പുകളും സ്മാരകങ്ങളും ഇപ്പോഴും ഇവിടെ അതേപടി നിലനിൽക്കുന്നുണ്ട്. അദ്വൈതത്തിനു വേണ്ടി കർണാടകയിൽ അദ്വൈത പണ്ഡിതനായ മാധവാചാര്യരും ദ്വൈതത്തിനു വേണ്ടി ത്രിവിക്രമ പണ്ഡിതാചാര്യരുമായിരുന്നു സംവാദത്തിൽ ഏറ്റുമുട്ടിയത്. ഈ സംവാദത്തിൻ്റെ സ്മാരകമായി വടക്കും പടിഞ്ഞാറും ഓരോ ശൈവ വൈഷ്ണവ ക്ഷേത്രങ്ങളുമുണ്ട്. ദ്വൈതാചാര്യൻ ത്രിവിക്രമ പണ്ഡിതാചാര്യരുടെ സമാധിസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് പട്ടേരി മനയുടെ മുമ്പിലുള്ള വയലിലാണ്. മനയുടെ വകയാണ് 30 ഏക്കറിൽ നീണ്ടുകിടക്കുന്ന വയലും പറമ്പും. ഇതിനകത്ത് കല്ലിലും കോൺക്രീറ്റിലുമായി പണിത കെട്ടിടത്തിൽ ത്രിവിക്രമാചാര്യരുടെ സ്മാരകവുമുണ്ട്. ഇവിടെ മുടങ്ങാതെ ദിവസവും വിളക്ക് കത്തിച്ച് വെക്കുന്നുണ്ട്. ഇവിടെ ഈ ദ്വൈത സിദ്ധാന്തങ്ങൾ കൂടിച്ചേർന്ന സ്ഥലം എന്നുള്ള ഇതുകൊണ്ട് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത് കൂടലൂർ. കൂടലൂർ എന്ന് വെച്ചാൽ കൂടിച്ചേർന്നത് എന്നുള്ള അർത്ഥത്തിലാണ്. കൂടലൂർ എന്നാണ് ഈ സ്ഥലത്തിന് അറിയപ്പെടുന്നത്. അങ്ങനെ വളരെ ചരിത്രപ്രസിദ്ധമായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇന്നും ഈ ത്രിവിക്രമ പണ്ഡിതാചാര്യർ അതായത് അദ്ദേഹത്തിൻ്റെ വംശപരമ്പരയിലുള്ള ആൾക്കാർ തന്നെയാണ്. കാവുമഠം എന്നാണ് ഈ സ്ഥലത്തിന് ഈ അറിയപ്പെടുന്നത്. ഈ ഇല്ലത്തിൽ കാവുമഠം, ആ കാവുമഠത്തിൽ ഉള്ള ആൾക്കാർ ഈ ത്രിവിക്രമ പണ്ഡിതാചാര്യ പരമ്പരയിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ത്രിവിക്രമ പണ്ഡിതാചാര്യർ മാത്രമല്ല, ത്രിവിക്രമ പണ്ഡിതാചാര്യരുടെ മകനും നാരായണ പണ്ഡിതാചാര്യൻ എന്ന് പറയുന്ന അദ്ദേഹവും മഹാപണ്ഡിതനായിരുന്നു. അദ്ദേഹമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മധ്വാചാര്യരെ പറ്റിയിട്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ബയോഗ്രഫി സുമാധ്വ വിജയം എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. ആ പുസ്തകം അത് വളരെ പ്രസിദ്ധമാണ്. പ്രചാരത്തിലായിട്ടുള്ള മാധ്വ സമ്പ്രദായക്കാരുടെ ഇടയിൽ ദിനം പാരായണം ചെയ്യുന്ന ഒരു വലിയ മഹാകൃതിയാണിത് സുമാധ്വ വിജയം എന്ന് പറയുന്നത്. അദ്ദേഹം ഈ നാരായണ പണ്ഡിതാചാര്യ സുമാധ്വ വിജയം അല്ലാണ്ട് കൂടുതൽ ഒരുപാട് സംസ്കൃത ഗ്രന്ഥങ്ങൾ ഇതിനെ അപഗ്രഥിച്ചിട്ടുള്ള ഒരുപാട് ഗ്രന്ഥങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ചുമരിൽ വിരിച്ച മാർബിളിൽ ആചാര്യന്മാർ രചിച്ച സംസ്കൃത ശ്ലോകങ്ങളും അതേപടി സൂക്ഷിക്കുന്നു. വായുസ്മൃതി, നരസിംഹസ്മൃതി, വിഷ്ണുസ്തുതി തുടങ്ങിയ ഗ്രന്ഥങ്ങളിലെ ശ്ലോകങ്ങളാണ് പകർത്തിവെച്ചിരിക്കുന്നത്. ഈ കൃതികൾക്ക് പുറമെ ഉഷാഹരണ, മാധവ സ്തോത്രം, തത്വപ്രതിഭ തുടങ്ങിയ കൃതികളും ത്രിവിക്രമ പണ്ഡിതാചാര്യർ രചിച്ചു. സ്മാരകത്തിന് തൊട്ട് പുരാതന രീതിയിൽ പടവുകൾ കെട്ടിപ്പൊക്കിയ വലിയ ഒരു കുളവുമുണ്ട്. 18 ദിവസം നിശ്ചയിച്ച സംവാദം 17-ാം ദിവസം കുമ്പള ജയസിംഹ രാജാവിന്റെ മധ്യസ്ഥതയിൽ അവസാനിപ്പിച്ചു. അദ്വൈത പ്രചാരണവുമായി ഊരുചുറ്റുന്നതിനിടെയാണ് കർണാടക ഉടുപ്പി സ്വദേശിയായ മാധവാചാര്യർ കാവുമനയിലെത്തുന്നത്. സംവാദാനന്തരം തിരിച്ചുപോയ മാധവാചാര്യർ ഉടുപ്പി ശിവക്ഷേത്രത്തിലെ താമസ സ്ഥലത്ത് വെച്ച് പിന്നീട് സമാധിയായി. ത്രിവിക്രമാചാര്യർ കാവുമനയിൽ വെച്ചുമാണ് മരിക്കുന്നത്. നാരായണ പണ്ഡിതാചാര്യയും കല്യാണി ദേവിയും ത്രിവിക്രമാചാര്യരുടെ മക്കളാണ്. പിതാവിനെ പോലെ ഇരുവരും വേദഇതിഹാസങ്ങളിലും ഉപനിഷത്തുകളിലും പുരാണങ്ങളിലുമൊക്കെ പണ്ഡിതരായിരുന്നു. ഗായത്രി മന്ത്രത്തിന്റെ ലളിതസാരമായ കല്യാണി മന്ത്രം രചിച്ചത് കല്യാണി ദേവിയാണ്. മാധവാചാര്യരുടെ ജീവചരിത്രമായി മാധവ വിജയം രചിച്ചത് നാരായണ പണ്ഡിതരാണ്. നാരായണ പണ്ഡിതരുടെ ശവകുടീരവും കാവുമന പരിസരത്തുണ്ട്. ത്രിവിക്രമ പണ്ഡിതാചാര്യരുടെ രചനകളും ജീവചരിത്രവും കാവുമന സംവാദത്തിന്റെ വിവരങ്ങളുമെല്ലാം അടങ്ങിയ ഗ്രന്ഥം സുമന്ത വിജയം എന്ന പേരിൽ കന്നഡയിലുണ്ട്. ധാരാളം താളിയോല ഗ്രന്ഥങ്ങൾ കാവുമനയിൽ ഉണ്ടായിരുന്നതിൽ പലതും നഷ്ടപ്പെട്ടു. കാവുമഠത്തിന് തെക്കിനിക്കപ്പുറം ദ്വൈതവും വടക്കിനിക്കപ്പുറം അദ്വൈതവും എന്ന് വീട്ടിപ്പട്ടതിരിപ്പാട് തന്റെ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. യോഗക്ഷേമ സഭയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വീട്ടി കാവുമനയിൽ പലതവണ വന്നതായും പറയുന്നു. പഴയ നാലുകെട്ടും നടുമുറ്റവുമൊക്കെയുള്ള വലിയ ബ്രാഹ്മണ തറവാട് വീടാണ് കാവുമന. ലക്ഷ്മിനാരായണ പട്ടേരിയും കുടുംബവുമെല്ലാം താമസിക്കുന്നത് ഇവിടെയാണ്. മനയിൽ കാര്യമായ പുതുക്കിപ്പണിയലുകൾ നടന്നു വരികയാണ്. 2024 നവംബർ 16 മുതൽ 26 വരെയായി 10 ദിവസം നീണ്ടു നിൽക്കുന്ന ചതുർവേദ മഹായജ്ഞം ഇവിടെ നടക്കുന്നുണ്ട്. വിപുലവും വൈവിധ്യവുമായ പരിപാടികളാണ് ഇതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ഇതും ചരിത്രത്തിന്റെ ഭാഗമാകുമെന്ന് ലക്ഷ്മിനാരായണ പട്ടേരി പറഞ്ഞു. സമകാലിക മലയാളം, കാസർഗോഡ്.